മറ്റൊരു പ്രധാനപ്പെട്ട വിവരം 15 വർഷം കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾക്ക് ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിറക്കിയ ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് കേന്ദ്രം റദ്ദാക്കി. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിന് കഴിഞ്ഞ സർക്കാർ വരുത്തിയ നിയമ ഭേദഗതി പിൻവലിക്കാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ വാഹന മോഡിഫിക്കേഷൻ വാഗ്ദാനവും നടക്കാൻ സാധ്യതയില്ല. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഈ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ റോഡിലേക്ക് ഇറക്കാൻ പാടില്ലാത്തതാണ് കേന്ദ്ര നിയമം, അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് ഇവിടെ റോഡുകളിൽ ഓടുന്നത് കഴിഞ്ഞ സർക്കാർ നൽകിയ ഒരു അനുമതിയുടെ പിൻബലത്തിലാണ്. അതിനാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. എന്താണ് കേന്ദ്രം അറിയിക്കുന്നത്? അതായത് സർക്കാർ വാഹനങ്ങൾ, പ്രത്യേകിച്ചും 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കണമെന്നുള്ളതാണ് കേന്ദ്ര നിയമം. ആ കേന്ദ്ര നിയമത്തെ തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തിനെതിരായിട്ടുള്ള ഒരു ഉത്തരവാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി KV ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഉത്തരവിറക്കിയത്. അത് സംബന്ധിച്ചുള്ള ഗസറ്റും ഇറക്കിയിരുന്നു. അതായത് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ അത് 5 വർഷം കൂടി നീട്ടി ഉപയോഗിക്കാം. ഒപ്പം തന്നെ വാഹന സൈറ്റിൽ ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചേർക്കാൻ വേണ്ടി കേന്ദ്രം ഇടപെടണമെന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്തും അയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ചും ഗതാഗത വകുപ്പിന് ഒരു കത്തയച്ചത്. ആ കത്തയക്കുന്ന തീയതിയും പ്രത്യേകതയുള്ളതാണ്. 27/3/2026 കത്തയക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം മോട്ടോർ വാഹന നിയമം അത് കേന്ദ്ര നിയമമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിർദ്ദേശം, ഒരു കത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് അയച്ചു. പക്ഷെ അത് ഇത്രയും നാൾ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ആണ് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്നും ഈ നിർദ്ദേശങ്ങൾ അടങ്ങിയ അന്നത്തെ കേന്ദ്ര ഉത്തരവ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇനി ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്, തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേന്ദ്ര ഇടപെടൽ. കാരണം തിടുക്കപ്പെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എടുത്തു ചാടി ലോ ഓഫീസറുടെ പോലും നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി KV ഗണേഷ് കുമാർ ഇടപെട്ടുകൊണ്ട് നടത്തിയതാണ് ഈ ഉത്തരവ്. അതിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കാരിനാണ്. കാരണം വലിയൊരു സാമ്പത്തിക ബാധ്യത ഇതുമൂലം ഉണ്ടാകും. ഇപ്പോൾ ഭൂരിഭാഗം സർക്കാർ വകുപ്പുകളിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓടുന്നത് 15 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള വാഹനങ്ങളാണ്. KSRTC ബസ്സുകൾ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. ഈ ട്രാൻസ്പോർട്ട് ബസ്സുകൾക്കൊക്കെ ചില ഇളവുകളൊക്കെ കോടതി ഉത്തരവ് മൂലമൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റ് സർക്കാർ വാഹനങ്ങൾ അങ്ങനെയല്ല. മോട്ടോർ വാഹന വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഇതര വകുപ്പുകളുടെയും എല്ലാ വാഹനങ്ങൾ 15 വർഷം കഴിഞ്ഞാൽ പൊളിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കേന്ദ്ര നിയമം. അത് മറികടന്നുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത്. അതിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്രയും നാൾ മുമ്പ് ഈ ഉത്തരവ് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ ലഭിച്ചിട്ടും അത് താഴേക്കിടയിലേക്ക് അയച്ചിട്ടില്ല. ഇത് ഇന്ന് മാത്രമാണ് അയച്ചത്. അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച കൂടി ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.